കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടി ലിസിയും പ്രിയദർശനും അമ്മുമ്മയും അപ്പൂപ്പനുമായി എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ അറിഞ്ഞത്. കല്യാണിയുടെ പിറന്നാൾ ദിവസം എല്ലാവരും പങ്കുവച്ച ചിത്രത്തിൽ മകൻ സിദ്ധാർത്ഥിനോടൊപ്പം മരുമകൾക്കൊപ്പം ഒരു കുഞ്ഞുകുട്ടി കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇവരുടെ പുതിയ അതിഥിയുടെ വിവരം എല്ലാവരും അറിഞ്ഞത്. അതുവരെ സോഷ്യൽ മീഡിയയുടെ അടുത്തു നിന്നും മറച്ചു വയ്ക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും അറിയുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇതൊരു വലിയ ആശ്ചര്യമായി മാറി എന്നാണ് പറയുന്നത്. കല്യാണി പ്രിയദർശനോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ വിവാഹം ഏറ്റെടുത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ആലപ്പി അഷ്റഫിൻ്റെ ഒരു കഥകളാണ്. അനാഥാലയത്തിലേക്ക് വിട്ട മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിസിയുടെ മക്കളെക്കുറിച്ചുള്ള തൻ്റെ മോഹത്തെക്കുറിച്ചും തൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുമൊക്കെ ആലപ്പി അഷ്റഫ് വാതോരാതെ സംസാരിക്കുകയാണ്. ലിസി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു അമ്മയാണ്. അതല്ലാതെ ലിസിയെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറയുന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചതെങ്കിലും മക്കളെ പ്രിയദർശനും ലിസിയും വളർത്തിയത് ആർഭാടത്തോടെ ആയിരുന്നില്ല. എല്ലാ ദുഃഖങ്ങളും അറിയിച്ചു തന്നെയാണ് വളർത്തിയത് എന്ന് പറയുന്നു. സമ്പന്നതയുടെ നടുവിലായിരുന്നുവെങ്കിലും അതുമാത്രമേ ജീവിതമെന്നും ആശണവും നിലാരംബരവുമായിട്ടുള്ള മറ്റൊരു ലോകം ഇവിടെ ഉണ്ടെന്നും മക്കൾക്ക് ഇരുവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ലിസിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഈ വാർത്ത തന്നെയാണ് പറയുന്നത്. സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ലോകത്ത് നിന്ന് അനാഥാലയത്തിലേക്ക് വന്ന ശേഷം ഒറ്റവരുടെയും ഉടയവരുടെയും സ്നേഹം ലഭിക്കാതെ, പരിപാലനം ലഭിക്കാതെ ബാല്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് ഇരുവരും മനസ്സിലാക്കിയാണ് വളർന്നതെന്നാണ് പറയുന്നത്. ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എപ്പോഴും അതവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിനർത്ഥം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചു കൊടുത്തുവെന്നും പറയുന്നുണ്ട്. സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുനാളിലെ അനുഭവം കൊണ്ടാകും വസ്ത്രം കീറിയാലും രണ്ടുപേരും പരാതി പറയാതെ ഇടുമായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് ഓർത്തു പറയുന്നത്. സ്വഭാവ രൂപീകരണത്തിൻ്റെ ഗുണം കൊണ്ടാണ് മാതാപിതാക്കൾ വേർപിരിഞ്ഞിട്ടും ആ കുട്ടികളത് തളർന്നാതെ നോക്കി നിന്നത്. കാരണം ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ലിസിയും പ്രിയദർശനും പരസ്പരം ചെരിവാരി എരിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. മക്കളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാതിരുന്നാലും ഇരുവർക്കും മാതാപിതാക്കളുടെ സ്നേഹം ഇപ്പോഴും അനുഭവിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ആരാധകർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. ലിസിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവാണ് എല്ലാവർക്കും. ആരാധകർ ഓരോരുത്തരും പറയുന്ന വാക്കുകളും മനസ്സിലാക്കുന്നതും അതും തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ലിസിയും പ്രിയദർശനെയും പോലെയുള്ളവർ ഇനിയും മക്കളെ വളർത്തണമെന്നും താരങ്ങൾ അങ്ങനെയാണ് വളർത്തേണ്ടതെന്നും പറയുന്നു. ഞങ്ങൾ താരപുത്രിയും പുത്രനുമല്ല എന്ന് വളർത്താൻ സാധിക്കില്ല അവർക്ക്. ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തുവെന്നും എന്ത് ചെയ്യുന്നുവെന്നൊക്കെ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ തീരെ ഒന്നുമില്ലാതെ വളർത്താൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ചെയ്യേണ്ടതെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് പ്രേക്ഷകർ. ലിസിയും പ്രിയദർശനം ചെയ്തതാണ് ശരിയെന്ന് വീണ്ടും എല്ലാവരും ന്യായീകരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനർത്ഥമാക്കി തന്നെയാണ് സംസാരിക്കുകയും പറയുകയും കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.